എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സരയു ശാരി പ്രസവിച്ച ഹോസ്പിറ്റലിൽ ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ഒരു ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. പിന്നെ ഡോക്ടറോട് പറഞ്ഞു, അന്ന് ആ പ്രസവിച്ച സ്ത്രീ, ആ ശാരി എന്ന് പറയുന്ന സ്ത്രീ പ്രസവിച്ച കുഞ്ഞ് അവരുടെ അല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ആരുടെ കുഞ്ഞാന്ന് അറിയാനായിട്ട് സാധിച്ചില്ല ഡോക്ടറെ. ഡോക്ടർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ഡോക്ടർ പറഞ്ഞു, അന്ന് ഉണ്ടായിരുന്ന ആ ഡോക്ടർ മരിച്ചുപോയി, കുറെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാന്ന് പറയാണ്. ഇനിയിപ്പം വേറെ നിവൃത്തിയില്ല, 10-25 വർഷം മുമ്പ് നടന്ന കാര്യമല്ലേ. ഓ, ഒരു ഹെഡ് നേഴ്സ് ഉണ്ടായിരുന്നു സുധർമ്മ എന്ന് പറയുന്ന അന്നത്തെ സമയത്ത്. ഒരു പക്ഷേങ്കില് അവരുടെ നമ്പർ ഞാൻ തരാം, അങ്ങനെയാണെങ്കിൽ അവരോട് അന്വേഷിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും എന്ന് പറയണം. ഇത് കേട്ടതും സരുവിനൊരു സന്തോഷമായി. ഒരു പക്ഷെ അവരോട് അന്വേഷിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സാധിച്ചാലോ. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് നമ്പർ മേടിച്ചിട്ടാണ് സരു അവിടെ നിന്ന് എഴുന്നേക്കാൻ നിന്ന്. ആ സമയത്ത് ആ ഡോക്ടർ ചോദിച്ചു, അല്ല നിങ്ങളും അവരുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിക്കണം. ഇത് കേട്ടതും സരിയ പറഞ്ഞു, ഈ പറയുന്ന ആ ശാരി എന്ന് പറയുന്ന അവരുണ്ടല്ലോ, അവര് എന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ്. അപ്പണ് ഈ ഫ്രണ്ട് ഈയിടെയാണ് തിരിച്ചറിഞ്ഞ്, അപ്പൊ അതുകൊണ്ടാന്ന് പറയണം. ഓ ശരി എന്നും പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞപ്പോഴത്തേന് സരിയോ അവിടെ നിന്ന് ഇറങ്ങി പോരുവാണ്. ആ സമയം വല്ലാത്ത സന്തോഷത്തിലാണ് വിക്രം മുറിയിൽ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ട് വന്നു. ആഹാ, നീ എന്താ റെഡിയാവുന്നില്ലെന്ന് ചോദിക്കാ. ഞാൻ റെഡിയാവാൻ തുടങ്ങാം മുത്തശ്ശി, കണ്ടില്ലേ എല്ലാം തേച്ച് മടക്കി വെച്ചിരിക്കുന്നേ. ഈ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വേണം നിന്റെ കല്യാണം ഗംഭീരമായിട്ട് നടത്താനെന്ന് ഭാനുമതി അമ്മ പറയുവാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, മുത്തശ്ശി എനിക്ക് ഇവിടെ നിന്നും പെണ്ണ് വേണ്ടെന്ന് പറയാ. അതെന്താടാ? എനിക്ക് വല്ല ചെന്നൈന്നോ മറ്റേ പെണ്ണ് മതി. ആ എന്താ ഇവിടുത്തെ പെണ്ണ് നിനക്ക് വേണ്ടാത്തെ? മുത്തശ്ശി ഇനിയിപ്പം അച്ഛന്റെ കാർത്തിയേച്ചിയുടെ അമ്മയുടെയും കൂടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേ നമ്മൾ പിന്നെ ഇനിയിപ്പം ചെന്നൈക്കൊക്കെ പോവുമല്ലോ. എടാ മോനെ, കാർത്തിയേച്ചിയുടെ അമ്മയെന്നല്ല പറയണ്ടേ, ഇനിയിപ്പൊ നീ നിന്റെ അമ്മയെന്ന് പറയണം. കാരണം സ്വന്തം പെറ്റമ്മയ്ക്ക് വേണ്ടെങ്കിലും ഇപ്പൊ കണ്ടില്ലേ, നിന്റെ അമ്മയാൻ പോകുന്നവളാ കാർത്തിയുടെ അമ്മ. ഇനിയിപ്പൊ അമ്മയെന്നേ വിളിക്കാവുള്ളൂ. അതെന്തേലും ആട്ടെ, ഞാൻ വിളിക്കാം. പിന്നെ ചെന്നൈ ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുമ്പോ അവിടുന്ന് ഒരു പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കുന്നല്ലേ നല്ലതെന്ന് ചോദിക്കാം. അല്ലട മോനെ, അപ്പൊ ഇവിടുത്തെ ബിസിനസ്സോ? ഇവിടുത്തെ ബിസിനസ് നോക്കാനൊക്കെ ആളെ ഏർപ്പാടാക്കാന്നേ, അവര് നന്നായിട്ട് നോക്കിയോളും. നമ്മൾ ഇടയ്ക്കും മുട്ടിനൊക്കെ ഒന്ന് വന്നും പോയി നിന്നാ മതിയില്ലെന്ന് പറയാം. ഓ അങ്ങനെ. പിന്നെ അത് മാത്രമല്ല മുത്തശ്ശി, ഞാൻ അങ്ങനെ ചെന്നൈന്ന് കല്യാണം കഴിക്കാന്ന് പറഞ്ഞേ. ഇവിടുത്തെ ആൾക്കാർ, കുഴിമാരിപ്പെട്ട ആൾക്കാർക്കൊക്കെ എന്റെ സ്വഭാവം അറിയാം. ഞാൻ ഇന്നതാണ്, പിന്നെ ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നൊക്കെ. ചെന്നൈയിലാകുമ്പോ എന്നെ കുറിച്ചുള്ള വിവരങ്ങളും ഡീറ്റെയിൽസ് ഒന്നും ആരും അറിയാനായിട്ട് പോകുന്നില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ ഒക്കെ കൊള്ളാന്ന് പറയാം. അതാ ഞാൻ പറഞ്ഞേ, അപ്പൊ അതൊക്കെ പോയി ചെന്നൈ സെറ്റിൽഡ് ആവണം. പിന്നെ അവിടുത്തെ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ച് നല്ല സുഖമായിട്ട് ജീവിക്കണം എന്നുള്ളത് സമ്മതിച്ച് തന്നിരിക്കുന്നു പറയണം. ഈ സമയം സരിയോ കാറിൽ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വരണ സമയത്താണ് താര ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് സരു വണ്ടി നിർത്താൻ ഡ്രൈവറോട് പറയണം. അങ്ങനെ സരു ചാടി ഇറങ്ങി അങ്ങോട്ട് വരുവാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേനും താരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. സരുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് താര അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, മോളെ എങ്ങോട്ടാന്ന് ചോദിക്കണം. ഞാനിവിടെ അടുത്ത് വരെ വന്നാന്ന് പറയണം. മോൾക്ക് സുഖമാണെന്ന് ചോദിക്കുക. സുഖമാണെന്ന് പറയണേ. ഇപ്പം താര പറയുന്ന കാര്യങ്ങളൊക്കെ സരുവിനും മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആംഗ്യ ഭാഷയിലാണെങ്കിലും. മോള് ഫുഡ് കഴിച്ചെന്ന് ചോദിക്കുക. കഴിച്ചെന്ന് പറയണം. കുഞ്ഞെന്തിപ്പോ കുഞ്ഞ് വീട്ടിലുണ്ടെന്ന് പറയാം. അതെ, ഇനിയിപ്പോ എപ്പോ വേണം നിങ്ങൾ അങ്ങോട്ടേക്ക് പോരാട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോന്ന് കണ്ടോളാനായിട്ട് താരയോട് പറയണം. താരയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പെട്ടെന്ന് താര പറഞ്ഞു, എത്രയോ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതെന്നറിയോ. ഇപ്പോഴെങ്കിലും മോൾ എന്നെ തിരിച്ചറിഞ്ഞല്ലോ, എനിക്ക് അത് മതി. എന്നോട് സ്നേഹം കാണിക്കുന്നുണ്ടല്ലോ, എനിക്ക് സന്തോഷമായി. എന്റെ നേർച്ചകളും വഴിപാടുകൾക്കൊക്കെ ബലമുണ്ടായി എന്ന് വേണം കരുതാനെന്ന് പറയാം. പിന്നീട് താര പറഞ്ഞു, എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കാം. ശരിയെന്ന് പറയണം. അങ്ങനെ താര അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേനും സരുവിൽ നിന്ന് കാറിലേക്ക് കയറുവാണ്. സരുവിന്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരല്ല തന്റെ അമ്മയും തനിക്ക് തെളിയിക്കണം. ഒരു DNA ടെസ്റ്റിന്റെ ബലത്തിന്റെ പുറത്ത് തനിക്കൊന്നും തീരുമാനിക്കാൻ സാധിക്കില്ല. താരയാണ് തന്റെ അമ്മയെന്ന് പറഞ്ഞില്ല നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലെന്ന് തെളിയിക്കേണ്ട ചുമതല തനിക്കുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് സരിയു പോണേ. ആ സമയം പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പ്രകാശനെ ഒരുക്കാനായിട്ട് ബാലനും രാജപ്പെണ്ണും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. വിക്രത്തിന് അത് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വിക്രം ഭാനുമതി മുത്തശ്ശിയോട് പറയുകയും ചെയ്തു, അമ്മാർ ഇന്ന് വന്നോ, നാളെ തൊട്ട് ഇവിടെ കയറി ഇറങ്ങി നിരങ്ങാൻ പാടില്ല. കാരണം നമ്മുടെ സ്റ്റാൻഡേർഡിന് കോട്ടം തട്ടുവത്. നമ്മൾ ഇത്ര ഹൈ ലെവലിലൊക്കെ താമസിക്കുമ്പോൾ അവന്മാരൊക്കെ ഇവിടെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നാണക്കേട് നമുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ മുത്തശ്ശി അംഗീകരിക്കുകയും ചെയ്ത കാര്യമാണ്. പക്ഷെ ഇതൊന്നും രാജപ്പെണ്ണോ ബാലനോ അറിയുന്നുണ്ടായിരുന്നില്ല. പ്രകാശനോട് പറഞ്ഞു. രാജപ്പെണ്ണൻ പറഞ്ഞു, കൊള്ളാലോടാ പ്രകാശ, കഴിഞ്ഞ ദിവസത്തെക്കാൾ നീ വീണ്ടും സുന്ദരനായിട്ടുണ്ടല്ലോ. അതിന്റെ രാജപ്പെണ്ണ ഞാൻ ഇട്ടേക്കുന്നുണ്ടോ, ഷർവാണിയ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാ. കഴിഞ്ഞ പ്രാവശ്യം കേരള സ്റ്റൈലായിരുന്നു. ഈ തവണ സ്റ്റൈൽ അങ്ങോട്ട് മാറ്റിപ്പിടിച്ചു. ഓ, അപ്പൊ ഇത്തവണ സാറും സാറമ്മയും തമ്മിലുള്ള വിവാഹം നടക്കും അല്ലേന്ന് ബാലനും ചോദിക്കുകയാണ്. ഇത് കേട്ട് രാജപ്പണ്ണൻ ചോദിച്ചു, സാറോ? അതാരുടെ സാറ്? അല്ല,
ഇപ്പൊ ഈ പറയുന്ന പ്രകാശ് സാർ വലിയ ആളാണല്ലോ, പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ. ഒരു വലിയ കമ്പനിയുടെ MD-യുടെ ഭർത്താവാൻ പോവല്ലേന്ന് ചോദിക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ബാലണ്ണ, കണ്ടില്ല സാറേ എന്നുള്ള വിളി. നമുക്ക് പണവും പ്രതാപവും ഒക്കെ വന്നു കഴിയുമ്പോഴത്തേന് ആൾക്കാർ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കലി സാറേന്ന് വിളിച്ചു പോകുന്നു പറയാം. രാജപ്പണം പറഞ്ഞു, അത് ശരിയാ, അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രി കൊട പിടിക്കും. പക്ഷെ പ്രകാശൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ എന്ന് പറയണം. ഇത് കേട്ടാൻ പ്രകാശം പറഞ്ഞു, അത് ശരിയാ രാജപ്പണം പറഞ്ഞു. ഇനി വേണം എനിക്ക് ആ കിരണിന്റെയും കല്യാണിന്റെ ഒക്കെ മുന്നിൽ ഒന്ന് തലയുർത്തി പിടിച്ച് നിൽക്കാനായിട്ട്. അവൾമാരെ ആ ദീപേനെയും കല്യാണിനെയൊക്കെ ഇഷ്ടമാണെന്നാണ് ഞാൻ വരപ്പിക്കും. എന്റെ കാൽച്ചൂട്ടിലേക്ക് അവർ വരും. ഇത് കേട്ടതും ബാലണ്ണം പറഞ്ഞു, നടന്നത് തന്നെ. എന്താ പറയണ ഒരു കുശുവശിപ്പ്? ഒന്നുമില്ല, നടക്കുമെന്ന് പറഞ്ഞ. ഈയിടെയായിട്ട് എനിക്കിട്ട് പണിയുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ല രീതിയിൽ തന്നെ. പക്ഷെ ഞാനത് അറിഞ്ഞില്ലെന്നൊന്നും നീ ധരിക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണ. ബാലണ്ണം പറഞ്ഞു, ഞാൻ സാറിനെ കുറിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ചോദിക്കാം. ചിന്തിച്ചില്ലെങ്കിൽ നിനക്ക് കൊള്ളാന്ന് പറയാ. കഴിഞ്ഞ രാഷ്ട്രകാലം ഗംഭീരമായിട്ട് ഇത്തവണ സദ്യയാണെങ്കിലും ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിട്ട് വേണം തിരികെ പോകാനെന്ന് പറയണം. രാജപ്പടം പറഞ്ഞു, അത് ശരിയാ. പ്രകാശം പറഞ്ഞു, നീക്ക് എത്ര ലക്ഷം രൂപ തരാനുണ്ട്? 22 ലക്ഷം രൂപ. കല്യാണം ഒന്ന് കഴിയുന്നതോട് കൂടിയിട്ട് പണം മൊത്തം അങ്ങോട്ട് തന്നു തീർക്കുമെന്ന് പറയണം. പെട്ടെന്ന് രാജപ്പടം പറഞ്ഞു, അത് വേണ്ട, പലിശ കുറയുമല്ലോ. നീ 2-3 തവണയായിട്ട് അടച്ചാൽ മതി, ഇൻസ്റ്റാൾമെന്റ് പോലെ അടച്ചാൽ മതി. കുഴപ്പമില്ല എനിക്കെന്ന് പറയണം. ഇത് കേട്ടപ്പം ബാലണ്ണം പറഞ്ഞു, അത് ശരിയാ, അങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചാൽ മതി എന്ന് പറയണം. ഈ സമയം ബാലന്റെ മനസ്സിലുണ്ട്, നീ ഇന്ന് കതിർ മണ്ഡപത്തിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും നെഞ്ച് പെടഞ്ഞ് നീ മരിക്കൂടെ അവിടെ കിടന്ന്. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നേ. എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇന്നത്തോടുകൂടി അവരെല്ലാം സന്തോഷിച്ച് പടക്കം പൊട്ടിക്കൂടാന്ന് പറയണം. പക്ഷെ ഇതൊന്നും പ്രകാശന് അറിയുന്നുണ്ടായിരുന്നില്ല. പ്രകാശന്റെ മനസ്സിൽ ലക്ഷ്മിയായിട്ടുള്ള വിവാഹം മാത്രമായിരുന്നു. ആ സമയം കാർത്തിക ലക്ഷ്മിയുടെ അടുത്തായിരുന്നു. ലക്ഷ്മിനെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആടയാഭരണങ്ങളെല്ലാം അണിയിച്ചു. ഫുള്ള് സ്വർണത്തിൽ കുളിച്ച് നിൽക്കുകയാണ് ലക്ഷ്മി. ഇപ്പൊ എന്റെ അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രകാശനല്ല ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോന്ന് പറയണം. പോ മോളെ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മി കൃത്രിമമായിട്ടുള്ള ഒരു നാണമൊക്കെ അഭിനയിക്കുകയാണ്. അമ്മേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നത്തെ ദിവസമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന ദിവസം. അതെ മോളെ, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരുന്നേ. അല്ല, പ്ലാനൊക്കെ എന്താ? പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്ന കിരണും കല്യാണിയാ. അവരങ്ങോട്ടേക്ക് എത്തിയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്ത് നമുക്കൊരു ടെൻഷൻ വേണ്ട. എനിക്ക് പെണ്ണിനെ ഒരുക്കി കൊണ്ടുപോകുന്ന ചടങ്ങ് മാത്രമുള്ളെന്ന് പറയാം. അത് ശരി, അതെന്തായാലും നല്ല കാര്യമാണ് മോളെ എന്ന് പറയണം. പിന്നെ അറിയാലോ, ആ പ്രകാശനും വിക്രമും കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ വെറുതെ ഇരിക്കും തോന്നില്ല. ഒരു കാരണവശാലും അവർ നമ്മളെ നേരെ തിരിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം കിരണും കല്യാണിയൊക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമുക്ക് അവരുടെ വീട്ടിൽ പോയി താമസിച്ചാലും കുഴപ്പമില്ല. അവർക്കൊരു സങ്കടവും ദേഷ്യമൊന്നും കാണത്തുമില്ല. അവിടെ ആയിരിക്കും നമ്മൾ കൂടുതൽ സേഫ് എന്നൊക്കെ പറയാം. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ മോള് പറഞ്ഞത്. ഉറപ്പായിട്ട് ഈ ബന്ധം നടക്കില്ലെന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും പ്രകാശന് സമനില ഏറ്റവും പറയാണ്. അതുപോലെ തന്നെ ആ വിക്രമും ഭാനുമതി അമ്മയൊക്കെ എല്ലാവരും അനുഭവിക്കാറുണ്ട്. എല്ലാവരും അനുഭവിക്കാൻ പോകുന്നുള്ളൂ. കമ്പനിയിൽ നിന്ന് ഒരു പൈസ കിട്ടില്ലെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും തകർന്നു പോകത്തില്ലേ വിക്രം. അവൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കണേന്ന് പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക പറഞ്ഞു, അതെ ശരിയാ, അമ്മ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാ. ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്നേ നല്ല കാര്യമാന്ന് പറയണം. ആ സമയം സരയു എന്ത് ചെയ്യണം? സരയു വീണ്ടും ആ സുധർമ്മേടനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്താണ് സുധർമ്മയുടെ മോളെ കാണുന്നത്. പിന്നീട് മോളെ കണ്ടപ്പോൾ മോള് പറഞ്ഞു, അതെ അമ്മ മരിച്ചിട്ട് 1 വർഷമായെന്ന് പറയണം. 1 വർഷമായോ? അതെ. അമ്മ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അമ്മയുടെ പരിചയത്തോടെ ആരെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല. അവരോട് ആരുടെ ഷെയർ ചെയ്തിട്ടുണ്ടോയെന്നും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ നമ്പർ തന്നിട്ട് പോകും. എന്തേലും വിവരങ്ങൾ അമ്മയുടെ പരിചയത്തിലുള്ള ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആരിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരി പറഞ്ഞ് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണം. പിന്നീട് അവള് വീട്ടിലേക്ക് പോവാം. ഈ സമയം രാഹുലും ശാരി ആകെപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുക. രാഹുലൊന്ന് ശാരിയോട് ചോദിച്ചു, അല്ല മോൾ ഇതിനായിട്ട് വന്നില്ല എന്ന് ചോദിക്കണം. ഇല്ല വന്നില്ല, എവിടെ പോയതാ പോലും അറിയത്തില്ല എന്ന് പറയണം. അവൾക്ക് ഈയിടെയായിട്ട് കുറെ മാറ്റങ്ങളുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ താരയാണ് അവളുടെ അമ്മയെന്നുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെയൊന്നും അറിയാൻ വഴിയില്ല. അങ്ങനെയാണെങ്കിൽ മിക്കവാറും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശാരി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ തലയായിരിക്കും അവൾ തല്ലിപ്പൊളിക്കാനായിട്ട് പോകുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാമെന്ന് പറയണം. രാഹുൽ പറഞ്ഞു, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ആ മനോഹറിനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയണ്ടേ അവളെന്ന് ചോദിക്കുക. അതെ, എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തണം. പക്ഷെ അതങ്ങനെ എളുപ്പമൊന്നും വെളിപ്പെടുത്താൻ പറ്റുന്ന കാര്യമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ സംഭവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോള് എന്തെങ്കിലും ആത്മഹത്യ ചെയ്യത്തില്ലേ? ഒന്ന് ഓർത്തു നോക്കിയേ. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് പറയണ്ട. അവള് ഇവിടെ അവന് സുഖമായിട്ട് അല്ലെങ്കിൽ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഓർത്തിരുന്നോട്ടെ. അവനിവിടുന്ന് മുങ്ങണം. അവനിവിടുന്ന് മുങ്ങിയ ശേഷം മാത്രമേ കാര്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ എന്ന് പറയാണ്.
ഇത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, നമുക്ക് കാര്യങ്ങളങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞാലോ? നീ എന്ത് വെട്ടിത്തരാ ശാരി പറയണേ? അങ്ങനെ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വിശ്വസിക്കും തോന്നുന്നുണ്ടോ? ഇനിയിപ്പോ വിശ്വസിച്ചാൽ തന്നെയെന്ന് എന്തായി തീരും അവസ്ഥ മോളുടെ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവളുടെ സമനില തെറ്റി പോയില്ലെന്ന് ചോദിക്കുക. എപ്പോഴാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്, പിന്നെന്താ കുഴപ്പമിരിക്കണേ? എപ്പോഴാണെങ്കിലും അവള് തന്നെ അനുഭവിക്കണം, അവള് തന്നെ ഇത് അറിയുകയും ചെയ്യും. അപ്പൊ ഇതിന് എന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്ന് രണ്ടുപേരും തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശിന്റെ വീട്ടില്. അങ്ങനെ പ്രകാശൻ ഒരുങ്ങി ഇറങ്ങി വരുമ്പോഴത്തേനും വിക്രവും അവിടെ ഉണ്ടായിരുന്നു. ഭാനുമതി മുത്തശ്ശി വിക്രത്തിനടുത്ത് നിന്നിട്ട്, എടാ മോനെ, എങ്ങനെയുണ്ട് എന്റെ കോസ്റ്റ്യൂമോ? കൊള്ളാന്ന് ചോദിക്കണം. സൂപ്പർ ആയിട്ടുണ്ട്. ഇപ്പൊ കണ്ടിട്ടുണ്ട് നിന്റെ അമ്മ ഒരു മുത്തശ്ശിയുടെ ഷേപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കണം. അതെ അതെ, മുത്തശ്ശിയുടെ ഷേപ്പൊക്കെ ഉണ്ട്. നേരത്തെ ആ ഷേപ്പൊന്നും ഇല്ലായിരുന്നു പറയണം. അതെന്താടാ? ഓ, നേരത്തെ മുത്തശ്ശി കുറച്ച് പ്രായം കൂടെ ചെന്ന പോലെ ഇല്ലായിരുന്നോ? നേരത്തെ നമ്മുടെ ഫുഡൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെയല്ലല്ലോ എന്ന് പറയണോ? ഓ അങ്ങനെ, നീ എനിക്കിട്ട് പണിതല്ലെന്ന് ചോദിക്കണം. പണിതൊന്നും അല്ലാന്ന് പറയണ. അപ്പോഴേക്കാണ് അങ്ങോട്ടേക്ക് പ്രകാശനൊക്കെ ഇറങ്ങി വരുന്ന കണ്ടേ. ഒരു നിമിഷം ഭാനുമതി മുത്തശ്ശിയും അവരൊക്കെ നോക്കി നിൽക്കുകയാണ്. ഭാനുമതി മുത്തശ്ശിയും വിക്രമൊക്കെ ആ കാഴ്ച കണ്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. ഈ സമയം കല്യാണി കിരണൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്, കല്യാണത്തിന് പോകാനായിട്ട് ഇറങ്ങുവാണ്. അപ്പോഴേക്കും ബൈജു പറഞ്ഞു, അല്ല ഇന്ന് നമ്മൾ സന്തോഷിക്കാൻ പോകുന്ന ദിവസമല്ലെന്ന് ചോദിക്കും. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ദീപ പറഞ്ഞു, ഇന്നത്തെ ദിവസമാണ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പോകുന്നവന്. ഒരിക്കലും അവൻ രക്ഷപ്പെടാൻ പോകുന്നില്ലെന്ന് പറയാം. ഇന്ന് അവന്റെ അന്ത്യം കുറിക്കുന്ന ദിവസമാണെന്ന് പറയണം. ബൈജു പറഞ്ഞു, തിരിച്ചു പോരുന്ന വഴി കുറച്ച് പടക്കം മേടിച്ചോണ്ട് വേണം, നമുക്ക് പടക്കം പൊടിച്ച് നമ്മൾ ആഘോഷിക്കണമെന്ന് പറയണം. കിരൺ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നമ്മളിത് ആഘോഷിച്ചിരിക്കും, നല്ല സന്തോഷമായിട്ട് ആഘോഷിച്ചിരിക്കും. അങ്ങനെ പ്രകാശിന്റെ പതനം ഒന്ന് തുടങ്ങുമെന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.